അശോക് ഏട്ടാ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഒരു വീഡിയോ റെഡി റെഡി കാണാം. ഗംഗാറിനെ കണ്ട ഗംഗാറിനെ ഗംഗാറിനെ അമ്പലപ്പറമ്പിലുണ്ട്. അമ്പലപ്പറമ്പിലാ ചീട്ട് കളിക്കണായിരിക്കും. ആര് ഗംഗാരനാ? അവിടെ ഇന്ന് പിണ്ടോർന്ന് ഇണ്ടല്ല ഗംഗാരനാ. നീ ആരാര്യ പറഞ്ഞത്? ചിട്ടിക്കാരൻ ഗംഗാരൻ. ഞാൻ പറഞ്ഞ അമ്പലത്തിലെ ആനയുടെ കാര്യമാണ്. അത് ശരി, ആനയുടെ ആരാ ചോദിച്ചാ നിങ്ങൾ തല്ലി കയറ്റി വെറുതെ കരക്കാരൻ ഇത് വെച്ച് നടന്നാ പോരട്ടാ. ചോറൊക്കെ നാട് വിശ്വരൊക്കെ അറിയണം. നീയായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചാ ചിട്ടിക്കാരൻ ഗംഗാരനായിരിക്കും. ഞാൻ വിചാരിച്ച പച്ചക്കറിക്കാരൻ കേശവനുണ്ടല്ലേ, അവനാണ്. അവനെ കുറച്ച് കാശ് കടം കൊടുക്കണ്ട. അവനെ വിചാരിച്ച് ഓടിച്ചിട്ട് പിടിക്കണേ. അശോക് ഏട്ടാ, ഈ വീഡിയോ ഒക്കെ എത്ര കാലം മുന്നേ നാദിക്കൊക്കെ ഇരിക്കുന്നു. ഞങ്ങള് ഇത് അല്ല, എത്ര വർഷം മുന്നേ ആയിരിക്കും അല്ല, ഇതൊക്കെ? അന്ന് കാണുന്നത് ഇപ്പൊ കാണുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? ഉണ്ട്. അശോകൻ ചേട്ടന് വലിയ മാറ്റം വലിയ മാറ്റമില്ല. നാദിക്കൊക്കെ നല്ല മാറ്റമുണ്ട്. ഇത് എത്ര വർഷമായിരുന്നു ആദർശ? ഇത് ഞാൻ പറയാം, എനിക്ക് 17 വയസ്സ് 40 വർഷം മുമ്പുള്ള അതെ, ഒരു 17-18 വയസ്സിലുള്ളതാണ് ശരിക്ക്. ഈ കെ എസ് പ്രസാദ്, ലാൽ ജോസ് ഇവരൊക്കെ ഡയറക്റ്റ് ചെയ്ത കാസറ്റുകളിലൂടെയാണ് ഞങ്ങളെല്ലാവരും അത്യാവശ്യം ഈ പറഞ്ഞ നാട്ടുകാരുടെ മുമ്പിൽ അറിയപ്പെട്ടത്. അപ്പൊ ഇത് കാണുമ്പോ ആ കുറെ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ അശോക് ഏട്ടാ, നിങ്ങൾ ആദ്യമായി കാണുന്നത്, പരിചയപ്പെടുന്നത്, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? അന്ന് ഒരു മരണപ്പാച്ചില, എങ്ങനെയെങ്കിലും സിനിമയൊക്കെ ഇറങ്ങണം എന്നുള്ളൊരു മരണപ്പാച്ചിലിന് വേണ്ടി ഉണ്ടാക്കുന്ന കളങ്ങളാണ് ഇതൊക്കെ. ഞങ്ങളെല്ലാരും കൂടി ആ ഇവിടെ പരമാര അമ്പലത്തിന്റെ പുറയിൽ ഒരു എന്ത് ഹോട്ടലാണ്? മെൻഡോർ എന്നൊരു ഹോട്ടലുണ്ട്. അതിൻ്റെ അകത്ത് കയറിയിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള കാശ് കൊണ്ട് തന്നെ പൊറോട്ടയും ഇത്തിരി ചാറും ഒക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ച് അവിടെ ഇരുന്ന് കുറെ സ്കിറ്റും ഉണ്ടാക്കി. സാജന്റെ ഹോട്ടലിൽ നിന്ന്. അതെ അതെ അതെ. അവിടെ നിന്ന് വന്ന് രാവിലെ ആ കളമശ്ശേരിയിൽ വരും. അവിടെയാണ് മെയിൻ ലൊക്കേഷൻ. അതന്ന് ശരിക്കും മിമിക്രിക്കാരുടെ ഇതാണ്, മറ്റേ ഹോളിവുഡാണ്. കോടമ്പാക്കം, മിമിക്രിക്കാരുടെ കോടമ്പാക്കം. MKK നായർ ഹാളെന്ന്, MKK നായർ ഓഡിറ്റോറിയം. അതെ, അവിടെയാണ് എല്ലാ സ്കിറ്റുകളും ജനിച്ചേക്കുന്നത്. അതെ, ഞങ്ങളൊക്കെ അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാർ ഞങ്ങളിലൊക്കെ വളരെ ഫ്രണ്ട്സായി. അവർക്ക് ഡെയിലി കാണും. ഒരാളുടെ മോളുടെ കല്യാണം കഴിഞ്ഞ് അവർ കുട്ടിയായിട്ട് പോലും ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടില്ല. കാരണം അത്രയും കാലം, അതിന്റെ 28-8 അങ്ങ് പോയി ഭക്ഷണം കഴിച്ചിട്ട് നോക്കും. അത്രയും കാര്യം. അപ്പൊ ചോദിച്ചിട്ട് നിനക്ക് പോയിട്ടില്ല ഇതുവരെ? ഏയ്, ഞങ്ങൾ എങ്ങനെയെങ്കിലും സിനിമയിൽ വന്നിട്ട് ഇവിടുന്ന് പോകുള്ളൂ. പക്ഷെ ഭയങ്കര രാശിയുള്ള സ്ഥലമായിരുന്നു അത്. ഏത് സ്കിറ്റ് എടുക്കാനും അവിടെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഫ്രെയിംസ് കിട്ടും നമുക്ക്. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് എല്ലാവരും. അശോക് ഏട്ടാ, ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരുമിച്ചിരുന്ന് കഥകൾ എഴുതി എപ്പോഴാണ് എനിക്ക് പച്ച പിടിക്കുന്ന സമയം ഇനിയാണെന്ന് ഏത് മൊമെന്റ്സിലായിരിക്കും എക്സാക്ട്ലി ഫീൽ ചെയ്തത്? ഞാനൊരിക്കൽ ഇതുപോലെ ഇതിന്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ എൻ്റെ വൈഫും എൻ്റെ അമ്മയും പെങ്ങളും റോഡരിയിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, എന്താന്ന് വെച്ചാൽ പറഞ്ഞ് സൈനുദ്ദീൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, വേഗം ഒരു പടത്തിൻ്റെ അതിന് ചെല്ലണമെന്ന് പറഞ്ഞു. ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ചെല്ലുന്നതായിട്ടാണ്. അത് ഇതാണ് അനിൽ ബാബുവിൻ്റെ പടം വരുന്നത്. അതിൽ ചെറിയൊരു വേഷമാണ്, പക്ഷെ അന്ന് സിനിമയിൽ അഭിനയിക്കാൻ തന്നെ ചെറിയ വേഷം വലുതാണ്. അതിലാദ്യമായിട്ട് ഞാൻ അവരുടെ കൂടെ അഭിനയിക്കുന്നത്. അതിനു മുമ്പ് പ്രിയപ്പെട്ട പപ്പനൊക്കെയാണ് ആദ്യം ഫസ്റ്റ് വേഷങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ വേഷം വളരെ നോട്ടബിളായി. സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്ന് പറഞ്ഞ പടത്തിലാണ് ആ വേഷം ചെയ്യുന്നത്. അത് സൈനുദ്ദീൻ പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. ആ വേഷം ഇവിടുന്ന് ഈ ലൊക്കേഷന് പോയിട്ട് കിട്ടിയ വേഷം. പിന്നെ അന്ന് ഇത് ചെയ്യുമ്പോ അശോകൻ അറിയായിരിക്കും ഇനി എനിക്ക് സിനിമയില് അങ്ങനെ ഒന്നുമില്ല, ആരുടെ മനസ്സിലും ഇല്ല അങ്ങനെ. അല്ല, ഞങ്ങളുടെ മനസ്സിൽ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആരും ഒന്നില്ലെങ്കിൽ അശോകൻ ചേട്ടൻ വരും,